ഗുഡ് ആഫ്റ്റർനൂൺ. മനെ സൗണ്ട് ക്ലിയർ ആണോ? കൂട്ടാ സൗണ്ട് ഓക്കെ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? എന്താണ് ആദ്യം മിണ്ടാതിരിക്കുന്നത്? ക്ലിയർ ആണ്. ഓക്കെ, സമാനം നോക്കി. സോ ഇവിടെ നമ്മുടെ ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഈ ടൈപ്പൊക്കെ ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഒരുപാട് എക്സാംസിന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിനകത്ത് ഇവിടെ ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ എ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ഇസ് ഗിവൺ. The letters of each group are related with the letters of the same group by some logic or rule or relation. From the given alternative, select a group of letters which follows the same logic, rule, relation. അതായത് ഇതിവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. എന്താണ്? ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ഓഫ് നമ്പേഴ്സോ അല്ലെങ്കിൽ ആൽഫബറ്റ്സോ ഇവിടെ തരും. അപ്പോൾ ഇവർ മൂന്നും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. സോ ആ സെയിം കണക്ഷൻ ഫോളോ ചെയ്യുന്നത് താഴെ ഏതുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. HKFIDG. സോ അവർ തമ്മിൽ എന്തോ സെയിം റിലേഷൻ ഉണ്ട്. സോ ആ സെയിം റിലേഷൻ വരുന്നത് താഴെ ഏതുണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, ഡി. എന്തുകൊണ്ടാണ് നോക്കി, നമുക്ക് ഈ HK എന്ന് പറയുമ്പം എച്ചും കെയും തമ്മിലുള്ള കണക്ഷൻ എന്താ? എച്ചും കെയും തമ്മിലുള്ള കണക്ഷൻ H ഉണ്ട്, IJK +3 അല്ലേ? സോ അടുത്ത എന്താ? ഓക്കെ, സോ എച്ചും കെയും തമ്മിലുള്ള കണക്ഷൻ +3 ആണ്. സോ എഫും ഐയും തമ്മിലുള്ള കണക്ഷൻ എന്താ നോക്കി? എഫും ഐയും തമ്മിലുള്ള കണക്ഷൻ എഫ് ഉണ്ട്, GHI എന്നാണ് അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഡിയും ജിയും തമ്മിലുള്ള കണക്ഷൻ എന്താ? DEFG ആണ്. സോ +3 ആണ്. സോ അതായത് ഇവിടെ തന്നിരിക്കുന്ന ആൽഫബറ്റ്സ് തമ്മിലുള്ള കണക്ഷൻസ് +3 എന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, ഇവിടെ ടിയും വിയും തമ്മിലുള്ള കണക്ഷൻ +3 ആണോ? ടി ആയിട്ട് UV എന്നാണ്, +2 ആവുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അതേ പാറ്റേൺ അല്ല, അപ്പോൾ അത് വെട്ടാവല്ലോ. എമ്മും ടിയും നോക്കി, എമ്മും ടിയും തമ്മിൽ നോക്കിയാൽ +3 ആണോ വരിക? എം എന്ന് പറഞ്ഞാൽ 13 സോ +3 വരുമ്പോൾ 16 പറഞ്ഞു. പക്ഷേ ടി എന്ന 20ാമത്തെ ആൽഫബറ്റാണ്. സോ ഇത് നടക്കില്ല. സോ ഡിയും എച്ചും നോക്കി, ഡി 4ാമത്തെ ആൽഫബറ്റാ, എച്ച് 8ാമത്തെ ആൽഫബറ്റാ. സോ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? +4 ആണ്. അപ്പം അതും വരില്ല. അപ്പം ഇത് നോക്കി, ടി കഴിഞ്ഞിട്ട് UVW +3 ആണ്. ആർ കഴിഞ്ഞിട്ട് STU +3 ആണ്. പി കഴിഞ്ഞിട്ട് QRS +3 ആണ്. അപ്പോൾ ഇതിൻ്റെ അതേ സെയിം പാറ്റേൺ ഫോളോ ചെയ്യുന്നത് ഉണ്ട്. ഇത് മാത്രമല്ല ഉള്ളൂ. സോ ഓപ്ഷൻ ഏതാ? ഡി ഓപ്ഷൻ. ഓപ്ഷൻ ഏതാ? ഡി ഓപ്ഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. In a certain code language, PSUET is written as 27, SDONT is written as 24. What is the code for LAWES in that code language? ചെയ്യാൻ പറ്റുമോ നോക്കി? PSUET P കണ്ടുപിടിക്കാൻ പറ്റുമോ? അതായത് സർട്ടൻ കോഡ് ലാംഗ്വേജിൽ PSUET എന്ന് പറഞ്ഞിരിക്കുന്നത് 27 എന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ SDONT എന്ന് പറഞ്ഞത് 24 എന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ
ലോസ് എന്നുള്ളത് എങ്ങനെ എഴുതാമെന്നാണ് ചോദ്യം. പെട്ടെന്ന് സോ ഇതിൻ്റെ എല്ലാം പൊസിഷൻ നമ്പേഴ്സ് എടുത്തിട്ട് നോക്കുക, അതുമായിട്ട് ഇതിനെന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ചെക്ക് ചെയ്യുക ഫസ്റ്റ്. നോക്കി ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ PSUET എന്ന് പറയുന്നുണ്ട്. സോ 27 എന്നാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഇത് കാണുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, എന്തായാലും ഇതിൻ്റെ പൊസിഷൻ നമ്പേഴ്സിൻ്റെ സമ്മല്ല ഇവിടെ എടുത്തിരിക്കുന്നത്. കാരണം എന്താ, P എന്ന് പറഞ്ഞാൽ തന്നെ 16ാമത്തെ ആൽഫബറ്റാ, S 19ാമത്തെ ആൽഫബറ്റാ, U 21ാമത്തെ ആൽഫബറ്റാ. സോ അത് കൂട്ടിയാൽ ഒരിക്കലും നമുക്ക് 27 കിട്ടില്ല. സോ പിന്നീട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം, ഒന്നുകിൽ ഇത് എടുത്തിരിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഇതിൻ്റെ പൊസിഷൻ നമ്പേഴ്സ് എടുത്തിട്ട് അതിൻ്റെ സം ചെയ്തു, പൊസിഷൻ നമ്പേഴ്സിൻ്റെ സം എടുത്തിട്ട് ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, സാധ്യതയാണ്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. PSUET എന്ന് പറയുമ്പോൾ മോനെ PSUET. സോ PSUET എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16ാമത്തെ ആൽഫബറ്റാ, S 19 U 21 E 5 T എന്താ 20. ഓക്കെ, സോ ഇതെല്ലാം അവിടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 21 19 40 40 20 60 16 76 5 81. എത്രയായി? 81. പക്ഷെ നമുക്കിവിടെ തന്നിരിക്കുന്ന നമ്പർ എന്താ? 27 ആണ്. തന്നിരിക്കുന്ന നമ്പർ എന്താ? 27 ആണ്. സോ നമ്മൾ ഫസ്റ്റ് ഇനി ചിന്തിക്കണം, ഈ 27ഉം 81 തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ചിന്തിക്കണം. 27ഉം 81 തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ചിന്തിക്കണം. നോക്കി, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ്, നമുക്ക് എപ്പോഴും യൂസ് ചെയ്യപ്പെടുന്ന നമ്പേഴ്സാണ് ഇതെല്ലാം. സോ 27നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലാണ് 81 കിട്ടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ 81നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 27 കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി, ഈ 81നെ ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 27 കിട്ടും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, പിന്നെ അടുത്തൊരു ചോദ്യം വരാം, ഈ 3 എന്നുള്ളത് നമ്മൾ റാൻഡമായിട്ട് എടുത്തതാണോ അതോ എന്തെങ്കിലും പ്രത്യേക കാരണം കൊണ്ട് നമ്മൾ എടുത്തതാണോ എന്നുള്ള ചോദ്യം വരാം. ഓക്കെ, പ്രത്യേക കാരണം എന്താ വെച്ചാൽ ചിലപ്പം നിങ്ങളുടെ വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ നോക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഇവിടെ എങ്ങനെ വന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, ചിലപ്പോൾ അവർ റാൻഡമായിട്ട് 3 എന്നുള്ള നമ്പർ അങ്ങ് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കേസിലും ഈ കേസിൽ 3 എടുത്തു, ഈ കേസിൽ നമ്മൾ 3 എടുക്കണം. സോ നമ്മുടെ ക്വസ്റ്റ്യനിലെ കേസിൽ 3 തന്നെ എടുക്കണം, റാൻഡമായിട്ട് എടുത്തതാണെങ്കിൽ. ഓക്കെ, ഇപ്പം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കാൻ പോകുന്ന വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ 3 എങ്ങനെ വന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. എങ്ങനെ? ഓക്കെ, ഇവിടെ PSUET എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ ഇതിനകത്ത് എത്ര കൺസണൻസ് ഉണ്ട്, എത്ര വവൽസ് ഉണ്ട്? 3 കൺസണൻസ് ഉണ്ട്, 2 വവൽസ് ഉണ്ട്, ആണോ? അപ്പോൾ ഈ കൺസണൻസിൻ്റെ കൗണ്ടായ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തത് ആകാം ഇത്. പിടികിട്ടിയോ? ചില ടൈമിൽ ക്വസ്റ്റ്യനിൽ ഇവിടുത്തെ വവൽസിൻ്റെ കൗണ്ട് കൊണ്ട് ടോട്ടലിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പാറ്റേൺസ് വരാം. സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ എന്താ SDONT അല്ലേ? സോ SDONT. സോ എസിൻ്റെ കൗണ്ട് എന്താ മോനെ? സോറി, എസ് എത്ര 19, 19, D എത്ര 4, O എത്ര 15, N എത്ര 14, T എത്ര 20. സോ ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കി. 15 4 19 19 38 48 58 68 72. ഇതിലൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 72 കിട്ടുക. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ ഏതാണ്? 24. നോക്കി, സോ ഈ 24 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 72നെ ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതിയോ? അപ്പോൾ എത്ര കിട്ടും? 24 കിട്ടുക, ആണോ? അപ്പോൾ ഇവിടെ 3 ആണ് വന്നത്, ഇവിടെ 3 ആണ് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവുക. ലോസ് എന്നുള്ളതല്ലേ നമ്മുടെ വേർഡ്, LAWES. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ മോനെ L എന്ന് പറഞ്ഞാൽ 12ാമത്തെ ആൽഫബറ്റ്, A 1ാമത്തെയാണ്, W 23 E 5 S 19. സോ ഇതെല്ലാം അവിടെ ആഡ് ചെയ്തേ.
23, 24, 25, 30, 30, 12, 42, 19, ഈ 5, 19, 1, 12. ഇത് 19 ആണ്, ഞാൻ ഒന്നാണ്, പോട്ടെ. 19, 1, 20 ആയോ? 20, 23, 43, 5, 48, 12, 60 കിട്ടുന്നത്. ടോട്ടൽ എന്താ? 60 കിട്ടി. സോ ഇവിടെ എല്ലാം നമ്മൾ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. ഇവിടെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തത്, ഇവിടെയും 3 കൊണ്ടാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാമല്ലോ. സോ 16നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20 കിട്ടും. സോ ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടല്ലോ, 20 ഓപ്ഷനില്ലേ. സോ നമ്മുടെ ആൻസർ എന്താ? എ ഓപ്ഷനാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു. ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും. അത് ഇവിടെ ഉള്ള വവൽസിൻ്റെ കൗണ്ട് കൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ 2 വവൽസ് ആണുള്ളത്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വവലുണ്ട്? ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ടോട്ടലിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? വവൽസിൻ്റെ കൗണ്ട് ഇവിടെ 2 എണ്ണം ഉണ്ട്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എഴുതുന്നത്. ഓക്കെ, ഇൻ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് പാറ്റേൺ. നോക്കി, ഇവ തമ്മിൽ എന്തോ, ഇത് സിലോജിസമാണ്, ഇവ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. സോ ആ സെയിം കണക്ഷൻ ഫോളോ ചെയ്യുന്ന ഏതുണ്ടെന്നാണ് ചോദ്യം. RTPQ ആണ്. RT എന്നുള്ളത് PQ ആയിട്ടുണ്ട്. സോ അവ തമ്മിലുള്ള സെയിം റിലേഷൻ ഫോളോ ചെയ്യുന്ന ഏതുണ്ടെന്നാണ് ചോദ്യം. നമ്മൾ പടപടാന്ന് ചെയ്താൽ നമുക്ക് പടപടാന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവ തമ്മിൽ ബെയർ ചെയ്യുന്ന അതേ സെയിം റിലേഷൻ ഇവിടെ ഏതുണ്ടെന്നാണ് ചോദിച്ചത്. എ അല്ലേ? എളുപ്പത്തിൽ കിട്ടത്തില്ലേ? കാരണം എന്താ, ഇവിടെ നമ്മൾ നോക്കുമ്പം RT എന്ന് പറഞ്ഞിട്ട്. സോ RT എന്ന് പറയുമ്പോൾ R-ഉം T-യും തമ്മിലുള്ള കണക്ഷൻ എന്താ? R & ST ആണ് അല്ലേ? ഇത് +2 ആണ്. സോ PQ എന്ന് പറഞ്ഞാൽ എന്താ? +1 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ നോക്കാം. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് 2 ആൽഫബറ്റ് തമ്മിലുള്ള കണക്ഷൻ എന്താ? +2 ആണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ A +2 ആണോ? I അല്ല. T +2 ആണോ? N അല്ല. Z +2 ആണോ? L അല്ല. N +2 അല്ലേ? P. സോ ഓപ്ഷൻ ഇതേ വരികയുള്ളൂ. കാരണം L-ഉം M-ഉം അടുത്തുള്ളത്, P-യും Q-യും അടുത്തുള്ളത്. സോ ഇതിന് മാച്ചായിട്ട് നിൽക്കുന്ന NP ഈസ് ടു LML. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏത് വരും? എ ഓപ്ഷൻ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കി. In a certain code language, better is written as ZCRQBO. What is the code for driven? Better B minus 2 E CD E minus 2 ST minus 2 Q B CD E O P R. എളുപ്പം അല്ലേ? പെട്ടെന്ന് നോക്കാം. ബെറ്റർ എന്നുള്ളത് ZCRQBO ആയിട്ടുണ്ട്. എ ഒന്നുകൂടെ ആലോചിച്ചോട്ടാ. എ ആണോ? ഒന്നുകൂടെ നോക്കുക. D.
മോനെ ഡി അല്ലേ? എന്തുകൊണ്ട് നിങ്ങൾ നോക്കി, ഇവിടെ നമുക്ക് ബെറ്റർ എന്നുള്ള വേർഡ് വന്നിട്ടുണ്ട്. സോ ബെറ്റർ എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ ബെറ്റർ BETTER. സാ എന്തായിട്ടാണ് എഴുതിയിരിക്കുന്നത്? ZCR സോ ഇവിടെ നോക്കി. സോ ബി എന്നുള്ളത് ഇസഡ് ആയിട്ടുണ്ട്. സോ ബി എങ്ങനെ ഇസഡ് ആവുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം നോക്കുക. സോ ബിയിനോട് ഏറ്റവും അടുത്തുള്ള ആൽഫബറ്റ് ഇവിടെ ഏതുണ്ടെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ബിയിനോട് ഏറ്റവും അടുത്തുള്ള ആൽഫബറ്റ് സി ആണ്. അപ്പോൾ ഈനോട് ഏറ്റവും അടുത്തുള്ള ആൽഫബറ്റ് ഇവിടെ ഏതെങ്കിലും ഉണ്ടോ നോക്കുക. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് ഓരോന്ന് പാറ്റേൺ നോക്കാം. സോ ബി ഇസഡ് ആവുന്നത് എങ്ങനെയാണ്? -2 അല്ലേ? ആണോ? ബിക്ക് തൊട്ട് മുന്നേ എ ഉണ്ട്, അതിന് മുന്നെയാണ് ഇസഡ് ഉള്ളത്. അപ്പം -2 ആണ്. അപ്പം ഈ സി ആവുന്നത് എങ്ങനെയാണ്? -2 അല്ലേ? ഇക്ക് തൊട്ട് മുന്നേ ഡി ഉണ്ട്, ഡിക്ക് തൊട്ട് മുന്നേ സി ഉണ്ട്. അപ്പം -2 ആണ്. അപ്പം ടി ആർ ആവുന്നത് എങ്ങനെയാണ്? ടിക്ക് തൊട്ട് മുന്നേ എസ് ഉണ്ട്, തൊട്ട് മുന്നേ ആർ ഉണ്ട്. അപ്പം -2 അല്ലേ? അപ്പോൾ നമ്മൾ നോക്കും -2 എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ക്വസ്റ്റ്യൻ പോയിട്ട് എവിടെയെങ്കിലും -2 ചെയ്ത് വെച്ചിട്ട് നമ്മൾ ടിക്ക് ചെയ്യും. പക്ഷേ പ്രശ്നം ഇതുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെ ചിലപ്പോൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, സോ ഇത് മൊത്തം 6 ലെറ്റേഴ്സ് അല്ലേ? സോ ആദ്യത്തെ 3 നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി 3 ചിലപ്പോൾ -2 ആകാം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആകാം. സോ ഇവിടെ എന്തുണ്ട്? ടി ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ TQ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ടി എങ്ങനെ ക്യൂ ആവുന്നത്? നമ്മൾ നോക്ക്, ക്യൂ കഴിഞ്ഞിട്ട് RST അല്ലേ? അപ്പോൾ T-3 ആണ് ക്യൂ. കണ്ടോ, ഇവിടെ -3 ആണ്. എനിക്ക് ആദ്യം ഓപ്ഷൻ പറഞ്ഞില്ല ഒരാൾ. സോ എ എന്ന് പറയാൻ കാരണം ഇതായിരിക്കും. ആദ്യത്തെ 3 മാത്രമേ നമ്മൾ ചെക്ക് ചെയ്തുള്ളൂ. ഓക്കെ. സോ അടുത്ത് നോക്കുമ്പം -3 ആണ് ബി, R-3 ആണ് O. അപ്പോൾ അതിനർത്ഥം എന്താ? ആദ്യത്തെ 3 -2 ആണ്, അടുത്ത 3 എന്ത്? എടാ പക്ഷെ എന്നാലും വേറൊരു പ്രശ്നമുണ്ട്. നീ ഓപ്ഷൻസ് എല്ലാം ഒന്ന് നോക്കി, എല്ലാ ഓപ്ഷൻ്റെ സ്റ്റാർട്ടിങ് കണ്ടോ, എല്ലാം സെയിം അല്ലയോ? BPG അത് 3 നോക്കി, BPG എന്ന് കിട്ടി. പക്ഷെ നമ്മളെ ഓപ്ഷൻസ് ചുമ്മാ നോക്കണ്ടേ? എല്ലാ ഓപ്ഷനും സ്റ്റാർട്ടിങ് സെയിം തന്നെ, BPG. അതിനർത്ഥം എന്താ? ആദ്യത്തെ 3 കണ്ടുപിടിച്ചിട്ട് ഒരു കാര്യമില്ലെന്നാണ്. ആദ്യത്തെ 3 കണ്ടുപിടിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അതെല്ലാം സെയിം ആണ് അല്ലേ? അപ്പോൾ നമ്മളിവിടെ നോക്കി, ഇവിടെ എന്താ? -2 -3 ഇങ്ങനെയല്ലേ പോയിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഡ്രിവൺ എന്നുള്ളതാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഇങ്ങോട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്തായാലും ഓപ്ഷനും കൂടെ ഒന്ന് കണ്ണോടിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ കണ്ണോടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും ഇവിടെ എല്ലാം എന്താ? സ്റ്റാർട്ടിങ് BPG ആണോ? അപ്പോൾ ഇവിടെ പോയിട്ട് എല്ലാം -2 വെറുതെ കുത്തിയിരുന്ന് കണ്ടുപിടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. കാരണം ഓപ്ഷൻ തന്നെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എന്താ? ബി ആണ്, പി ആണ്, ജി ആണ് അല്ലേ? സോ നമുക്ക് ബാക്കിയുള്ളതാണ് വേണ്ടത്. സോ ഇവിടെ നോക്കുക, ഇവിടെ -3, ഇവിടെ -3 അല്ലേ? അപ്പോൾ നമ്മൾ ഇനിയും ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാം ലാസ്റ്റ് ഓപ്ഷൻ്റെ എല്ലാം ലാസ്റ്റ് സെയിം ആണോ ഡിഫറെൻ്റ് ആണോ നോക്കുക. ഓക്കെ, സെയിം ആണോ ഡിഫറെൻ്റ് ആണോ നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുക, N-3 എന്താ മോനെ? ഇവിടെ L ഉണ്ട്, ഇവിടെ K ഉണ്ട്. ഇപ്പോൾ N-3 എന്ന് പറഞ്ഞാൽ L വരുമോ K വരുമോ? എല്ലിൽ നിന്ന് 3 കുറച്ചാൽ K വരുമോ L വരുമോ? K അല്ലേ വരികയുള്ളൂ. കാരണം എന്താ? K കഴിഞ്ഞിട്ട് LMN എന്നല്ലേ? ആണോ? അപ്പോൾ എന്തായാലും എല്ലിൽ അവസാനിക്കത്തില്ലല്ലോ. അപ്പോൾ ഈ ഓപ്ഷൻ കട്ട്, ഈ ഓപ്ഷൻ കട്ട്. ഇനി നമ്മൾ ഈ 2 ഓപ്ഷൻസ് നോക്കുമ്പം വേണ്ടേ, നമ്മുടെ ഈ രണ്ടാമത്തെ സെക്കൻഡ് ലാസ്റ്റ് വേർഡ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ അത് മാത്രം കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ -3 എന്താ മോനെ? B ഉണ്ട്, C ഉണ്ട്. ഏതെഴുതണം? B അല്ലേ? ആണോ? അപ്പം ലാസ്റ്റ് BK എന്ന് പറഞ്ഞാൽ, സോ BK എന്ന് പറഞ്ഞാൽ ഡി ഓപ്ഷൻ മാത്രമല്ല ഉള്ളൂ. ഞാൻ ഇപ്പോഴും പറഞ്ഞു, നിങ്ങൾ റീസണിങ്ങിൻ്റെ ഏത് ക്വസ്റ്റ്യൻ ചെയ്താലും നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക. വായിച്ചതിന് ശേഷം ജസ്റ്റ് ഓപ്ഷൻസ് ചുമ്മാ ഒറ്റ സെക്കൻഡ് കൊണ്ടും ജസ്റ്റ് ഓപ്ഷൻസ് ഒന്ന് ചുമ്മാ നോക്കിയിട്ട് ആൻസർ ചെയ്തു തുടങ്ങാം. ചിലപ്പോൾ ആ ഓപ്ഷനകത്ത് തന്നെ നമ്മുടെ ആൻസർ പെട്ടെന്ന് കിട്ടാനുള്ള എന്തെങ്കിലും വഴിയാണ്. ഓക്കെ. അതല്ലാതെ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആൻസർ എല്ലാം കണ്ടുപിടിച്ചിട്ട് പിന്നീട് നമ്മളിവിടെ ഒന്ന് ഓപ്ഷൻ ചെക്ക് ചെയ്യുന്നത് മണ്ടത്തരമാണ്. ഓക്കെ. സോ നമ്മളെ സംബന്ധിച്ച് ടൈം എന്താണ്? പ്രഷ്യസ് ആണ്. എത്രയും പെട്ടെന്ന് ആൻസേഴ്സ് കണ്ടെത്തുക എന്ന് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ആ ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യണം, എന്നിട്ടേ ബാക്കി ചെയ്തു തുടങ്ങാവുള്ളൂ. കാരണം എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റാർട്ടിങ് ആൽഫബറ്റ്സ് എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ. സോ അതിനർത്ഥം എന്താ? നമ്മൾ ഇതുപോലുള്ള വലിയൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഇതിൻ്റെ ആദ്യത്തെ ആൽഫബറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ നമ്മളിത് ശ്രദ്ധിക്കാതാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് മൊത്തവും കണ്ടുപിടിക്കാൻ നിൽക്കും, സമയം നഷ്ടമാണ്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് തന്ന ഓപ്ഷനകത്ത് ചിലപ്പോൾ അവസാനത്തെ ആൽഫബറ്റ്സ് എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവസാനത്തത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ.
സോ അടുത്ത നോക്കി, ശരി. ഇവിടെ പി എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്, ക്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. പി എന്ന് പറഞ്ഞാൽ എന്താ, ഇൻറ്റു ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ഈസ് കറക്റ്റ്? കണ്ടുപിടി. ബി ഓൺലി വൺ. നോക്കാം. ഓക്കെ, നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഡിവിഷൻ എവിടെ ഉണ്ടെന്ന് നോക്കണം. ഓക്കെ, സോ ഡിവിഷൻ എവിടെ ഉണ്ടോ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം. എന്തിനാ വെച്ചാൽ നിങ്ങൾ ഇവിടെ നോക്കി, ഇവിടെ ആറിൻ്റെ മീനിങ് അല്ലേ ഡിവിഷൻ എന്നുള്ളത്, ആണോ? അപ്പോൾ ആറ് എവിടെ ഉണ്ട് അവിടെ കൊണ്ട് ഡിവിഷൻ ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ഇടണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ 8നെ 10 കൊണ്ട് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാം. പക്ഷേ ഒഴിവാക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇതിന് ശേഷം വരുന്നത് ഈ ടേം ഉണ്ടല്ലോ, അത് മൾട്ടിപ്ലിക്കേഷൻ ആണോ ചെക്ക് ചെയ്യണം. ഇതിന് ശേഷം വരുന്ന ടേം മൾട്ടിപ്ലിക്കേഷൻ ആണോ ചെക്ക് ചെയ്യണം. അത് മൾട്ടിപ്ലിക്കേഷൻ അല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴേ തട്ടിക്കളയാം. എന്ത് ചെയ്യുക? തട്ടിക്കളയാം. ഓക്കെ, എന്നാൽ ചില കേസുകളുണ്ട്, അതായത് 95% അല്ലെങ്കിൽ 98% ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? തട്ടിക്കളയാം. അതായത് ഈ ഡിവിഷൻ ശേഷം മൾട്ടിപ്ലിക്കേഷൻ അല്ല എന്നുണ്ടെങ്കിൽ, ഡിവിഷൻ ശേഷം മൾട്ടിപ്ലിക്കേഷൻ ഉദ്ദേശിച്ചത് ഇതിനെ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഈ 8നെ പൂർണ്ണമായിട്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ അവോയ്ഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, തൊട്ടടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണോ ശ്രദ്ധിക്കണം. ഓക്കെ, സോ മൾട്ടിപ്ലിക്കേഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 98% എന്ത് ചെയ്യാം? ഇത് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 8 ഡിവൈഡഡ് ബൈ 10, പക്ഷേ പി എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. സോ 8 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ എന്താ? 8/10 എന്നല്ലേ, ഇൻറ്റു 20 എന്ന് വരും, ആണോ? ക്യൂ എന്താ? മൈനസ് ആണ്. സോ നിങ്ങൾ നോക്കി, ഇത് ഇതോടെ വെട്ടുമ്പോൾ 2 ആയി. സോ 8 × 2 എന്താ? 16 ആണ്. സോ 16 - 14 എന്ന് പറയുന്നത് 3 ആണോ? മൾട്ടിപ്പിൾ ആണ്, ബട്ട് ആൻസർ 2 ആണ്. അപ്പോൾ 16 - 14 എന്ന് പറയുന്നത് 3 ആണോ? അല്ല. അപ്പോൾ ഇത് അപ്പോഴേ നമുക്ക് വെട്ടിക്കളയാം. ഓക്കെ, പിന്നെ നമ്മൾ ജസ്റ്റ് ഓപ്ഷനിലൊന്ന് നോക്കുക. ഓപ്ഷൻ നോക്കുമ്പോൾ എന്തായാലും only 2 എന്നുള്ള ഓപ്ഷൻ വെട്ടിക്കളയാം, both 1 and 2 എന്നുള്ള വെട്ടിക്കളയാം. പക്ഷേ ഇവിടെ neither nor വന്നതുകൊണ്ട് ഇത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ നോക്കി, ഡിവിഷൻ ഉണ്ട് ഇവിടെ. പി എന്നാൽ ഇൻറ്റു ആണ്, ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടത് നമ്മൾ ബോഡ്മാസ് റൂൾ വെച്ചാണ് ചെയ്യേണ്ടത്. സോ ബോഡ്മാസ് റൂൾ വെച്ച് ചെയ്യുമ്പോൾ ആദ്യം ഡിവിഷൻ ചെയ്യണം. സോ 18 ഡിവൈഡ് ബൈ 3 എന്താ? 6 ആണ്. സോ 7 × 6 - 11 ആണ്. സോ 7 × 6 എന്താ? 42 ആണ്. സോ 42 - 11 എന്ന് പറഞ്ഞാൽ 31 ആണ്. അപ്പോൾ ഉറപ്പല്ലേ? അപ്പോൾ ഇത് കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഏതാണ്? only 1. ഓപ്ഷൻ ഏതാ? only 1.
ഇത് നിങ്ങളുടെ ഇന്നിക്വാളിറ്റി എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണിത്. ഓക്കെ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു എന്നൊക്കെ പറയുന്ന ഈ സംഭവങ്ങളുണ്ടല്ലോ. അവിടെ ഈ ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഒക്കെ എല്ലാവർക്കും അറിയില്ലേ? അത് ഗ്രേറ്റർ ദാനും ലെസ് ദാനും എന്താ ഉദ്ദേശിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതും അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ എഴുതും അല്ലേ? നിങ്ങൾ എങ്ങനെ എഴുതിയാലും ഇതിൻ്റെ മൗത്ത് ഉണ്ടല്ലോ, മൗത്തിൻ്റെ അവിടെ വലിയ സംഭവം എഴുതാവുള്ളൂ. നമ്പർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ എഴുതുന്നത് ഈ മൗത്തിൻ്റെ അവിടെ വലുത് എഴുതാം. അപ്പോൾ ഇവിടെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല, ഇത് തെറ്റാണ്. ഓക്കെ, ഇതിൻ്റെ മീനിങ് 5 ഗ്രേറ്റർ ദാൻ 7 എന്നാണ് ഇത് വായിക്കുക, അത് തെറ്റാണ്. അപ്പോൾ നിങ്ങൾ എപ്പോൾ എഴുതിയാലും ഇപ്പോൾ ഇങ്ങനെ എഴുതണമെങ്കിൽ 7 ഇവിടെയും 5 ഇവിടെയും എഴുതാവും. എന്നാൽ നിങ്ങൾ തിരിച്ച് ഇങ്ങനെ എഴുതുന്നെങ്കിൽ 7 ഇവിടെ വരണം, 5 ഇവിടെ വരണം. മനസ്സിലായോ? എപ്പോൾ എഴുതിയാലും ഈ മൗത്തിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? വലിയ ഐറ്റം എഴുതണം. പിടികിട്ടിയോ? വലിയ ഐറ്റം എഴുതണം. നോക്ക്, ഇവിടെ നിങ്ങൾക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അല്ല ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ബി ലെസ് ദാൻ എ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇസഡ് ഗ്രേറ്റർ ദാൻ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് തന്നിട്ടുണ്ട്. അതായത് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനേക്കാളും ചെറുതാണ്, എ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ ഇസഡിനോട് തുല്യമാണ് അല്ലെങ്കിൽ ഇസഡിനേക്കാളും വലുതാണ്. ഇനി ഇസഡ് എന്ന് പറഞ്ഞാൽ വൈനേക്കാളും വലുതാണ്. ഇനി വൈ എന്ന് പറഞ്ഞാലോ ഒന്നീ എക്സിന് തുല്യമാണ് അല്ലെങ്കിൽ എക്സിനേക്കാളും ചെറുതാണ്. അതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ കൺക്ലൂഷൻ തന്നത് എ ഈസ് ഗ്രേറ്റർ ദാൻ വൈ എന്നാണ് തന്നത്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം ഇവിടെ എ ഈസ് ഗ്രേറ്റർ ദാൻ ഓ ഇസഡ് എന്നുണ്ടല്ലോ. വീണ്ടും ഇവിടെ എന്താ? ഗ്രേറ്റർ ദാൻ സിമ്പിളാണ്. അപ്പോൾ എ തൊട്ട് വൈ വരെയുള്ള കണക്ഷനാണ് നമുക്ക് വേണ്ടത്. എ തൊട്ട് വൈ വരെയുള്ള കണക്ഷനാണ് വേണ്ടത്. സോ ഇവിടെ നോക്കി, ഗ്രേറ്റർ ദാൻ ഓ ഈക്വൽ ടു പിന്നെ എന്താ? ഗ്രേറ്റർ ദാൻ എന്നതാണ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് സെയിം. നോക്ക്, ഇപ്പം ഗ്രേറ്റർ ദാൻ, ഇത് ഗ്രേറ്റർ ദാൻ സിമ്പിളാണ്, ഇതും ഗ്രേറ്റർ ദാൻ സിമ്പിളാണ്. അപ്പോൾ സെയിം ഇത് പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് ട്രൂ ആയിരിക്കും. കാരണം എന്താ? ഇതിൻ്റെ മീനിങ് എന്താ? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് അല്ലേ? എ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇസഡിനേക്കാളും വലുതാണ് അല്ലെങ്കിൽ ഇസഡ് തന്നെയാണ്. ഇസഡ് എന്ന് പറഞ്ഞാൽ വൈനേക്കാളും വലുതാണ്. അപ്പോൾ ഉറപ്പായിട്ടും എ വൈനേക്കാളും വലുതായിരിക്കുമല്ലോ. അപ്പോൾ ഒന്നാമത്തെ കൺക്ലൂഷൻ ഓക്കെയാണ്. ഇനി രണ്ടാമത്തെ നോക്കുമ്പം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം നോക്ക്, നമ്മൾ എക്സും ഇസഡും തമ്മിൽ കണക്ഷൻ നോക്കുക. പക്ഷെ ഇവിടെ പ്രശ്നം നോക്കി, ഇത് ഓപ്പോസിറ്റാണ് ഇവർക്ക് ഇടയിലുള്ള സിമ്പിൾസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണക്ഷൻ ഒരിക്കലും ഫോളോ ചെയ്യില്ല. ഇതെന്താ? സിമ്പിൾസ് ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത്. സോ കണക്ഷൻ ഒരിക്കലും ഫോളോ ചെയ്യില്ല, എന്ത് തന്നെ ആയാലും. അപ്പോൾ ഇത് ഫോളോ ചെയ്യില്ല. സോ ഇതിനകത്ത് ഫോളോ ചെയ്യുന്ന ഏത് മാത്രമേ ഉള്ളൂ? ഒരെണ്ണമേ ഉള്ളൂ. അതേതാ? ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ഇപ്പോൾ എവിടെയെങ്കിലും പാറ്റേൺ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയിൻ പോകേണ്ടത് ഇപ്പോൾ ഇങ്ങനെ പോകുന്നത് വെച്ചു. അപ്പോൾ ഇവിടെ ടേം ഉണ്ട്, ഇവിടെ ഒരു ടേം ഉണ്ട്. അപ്പോൾ വൈ ഗ്രേറ്റർ ദാൻ ഇസഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് ഫോളോ ചെയ്യും. അല്ലെങ്കിൽ ഇസഡ് ലെസ് ദാൻ വൈ എന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്, ചെയ്യും. പക്ഷേ എവിടെയെങ്കിലും നമ്മൾ കണക്ഷൻ പോകുമ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ്, ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ്, പക്ഷേ അടുത്ത വന്നപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെ വല്ലതും വന്നു. അപ്പോൾ ഇതെന്താ? ഇൻ്റർചേഞ്ച് ആയിപ്പോയില്ലേ? അപ്പോൾ ഇങ്ങനെ വരില്ല, ഫോളോ ആവില്ല. അടുത്ത നോക്കി, the following question, 4 letter pairs are given. The letters on the left side of minus is related to the letters on the right side of minus. Minus അല്ല, സോറി, ഹൈഫൺ. അതായത് ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റിൻ്റെ മീനിങ് എന്താ? ഇവിടെ എച്ച് ചെയ്യേണ്ട ഹൈഫൺ ഉണ്ടേ. സോ ഇത് മീനിങ് എന്താ? ഈ 4 എണ്ണം തന്നേക്കുന്നതിനകത്ത് 3 എണ്ണം സിമിലറാണ്. ഏതോ വഴിയിൽ 3 എണ്ണം തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. ഓക്കെ, സിമിലറാണ്. എന്നാൽ ഒരെണ്ണം ഇതുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുക എന്നതാണ് ചോദ്യം. സോ ഓഡ് വൺ ഔട്ട് ഏതാണ് കണ്ടുപിടിച്ചേ?
വേണമെങ്കിൽ ചെറിയ ഹിൻഡ് ഞാൻ പറയാം. ഓപ്പോസിറ്റ് ആൽഫബറ്റ് അതൊക്കെ വെച്ച് നോക്കുക. ഓപ്പോസിറ്റ് ആൽഫബറ്റൊക്കെ വെച്ച് നോക്കുക. സി. ഓക്കെ, നമ്മളിവിടെ ആദ്യം നോക്കേണ്ടത് OFX ഉണ്ട്, QIC ഉണ്ട്. അപ്പോൾ ഇവ തമ്മിലുള്ള പാറ്റേണൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഇവിടെ ഇപ്പോൾ ഒയും ക്യൂവും തമ്മിലുള്ള കണക്ഷൻ നോക്കിയാൽ O കഴിഞ്ഞിട്ട് PQ ആണ്, +2 ആണ്. സോ എഫും ഐയും തമ്മിൽ എഫ് ഉണ്ട്, GHI ആണ്, +3 ആണ്. ഓക്കെ, സമ്മതിച്ചു. അടുത്തത് എക്സും സിയും തമ്മിലുള്ള കണക്ഷൻ എന്താ? എക്സും സിയും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആൽഫബറ്റ് ആണ്. എക്സിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ സി എന്ന് പറയുന്നത്? ആണല്ലോ. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കി, വൈയും എയും തമ്മിലുള്ള കണക്ഷൻ എന്താ? വൈ ആൻഡ് ZA ആണ്, +2 ആണ്. ഓക്കെ, പിയും എസും തമ്മിലുള്ള കണക്ഷൻ എന്താ? പി ആൻഡ് QRS, +3 ആണ്. ഓക്കെ, സമ്മതിച്ചു. സോ ഈ എസും എച്ചും തമ്മിലുള്ള കണക്ഷൻ എന്താ? വീണ്ടും ഓപ്പോസിറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് പാറ്റേൺ പിടി കിട്ടി. ആദ്യത്തെ 2 ആൽഫബറ്റ്സ് തമ്മിലുള്ള കണക്ഷൻ +2 ആണ്. സെൻട്രലുള്ള ആൽഫബറ്റ്സ് തമ്മിലുള്ള കണക്ഷൻ +3 ആണ്. എന്നാൽ ലാസ്റ്റുള്ള ആൽഫബറ്റ്സ് തമ്മിലുള്ള കണക്ഷൻ എന്താ? ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കാം. ഇവിടെ ഞാൻ നോക്കുവാണെങ്കിൽ ഇതാണ്ട് ഇവ തമ്മിലുള്ള കണക്ഷൻ നോക്കിയാൽ ഓപ്പോസിറ്റ് അല്ലേ? എന്നും എമ്മും ഓപ്പോസിറ്റ് അല്ലേ? പക്ഷേ വിയും എഫും നോക്കി, വിയും എഫും ഓപ്പോസിറ്റ് ആണോ? ആണോ? എഫിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? യു ആണ്. വിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? ഇ ആണ്. അപ്പോൾ ഇവിടെ ഇവ ഓപ്പോസിറ്റ് അല്ല. അപ്പോൾ ഓഡ് വൺ ഔട്ട് ഏതാ വേണ്ടതല്ലേ? മനസ്സിലായോ? ഫസ്റ്റ് ആൽഫബറ്റ്സ് തമ്മിലുള്ള കണക്ഷൻ +2 ആണ്. മിഡിൽ ആൽഫബറ്റ്സ് തമ്മിലുള്ള കണക്ഷൻ +3 ആണ്. സോ അതിന് ശേഷമുള്ളത് തമ്മിൽ എന്താ കണക്ഷൻ? ഓപ്പോസിറ്റ് ആണ് പറയേണ്ടത്. ഓക്കെ, സോ അടുത്ത നോക്കി. ഹൗ മെനി പെയേഴ്സ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ ഓഫ് ലെറ്റേഴ്സ് ആർ ദെയർ ഇൻ ദി വേർഡ് ന്യൂസൻസ് which have as many letters between them? ഈ ടൈപ്പ് ക്വസ്റ്റ്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഈ ടൈപ്പ് ക്വസ്റ്റ്യങ്ങൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ക്ലാസ് ചെയ്തിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഓക്കെ, ചോദിക്കുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ചെയ്തിട്ടുള്ളതാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പോകും, അല്ലെങ്കിൽ പേ പറയാം. നോക്കും അപ്പം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വേർഡ് തന്നിട്ടുണ്ട്, ന്യൂസൻസ് എന്നുള്ള വേർഡ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ 2 വട്ടം വായിച്ചു എല്ലാവരും. ഈ ക്വസ്റ്റ്യൻ 2 വട്ടം വായിച്ചേ. സി നോക്കാം. നോക്കി ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ ചോദിച്ചാൽ ഹൗ മെനി പയേഴ്സ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഫോർവേഡ് ചോദിക്കാം അല്ലെങ്കിൽ ബാക്ക്വേർഡും ചോദിക്കാം. ഓഫ് ലെറ്റേഴ്സ് ആർ ദെയർ ഇൻ ദി വേർഡ് ന്യൂസൻസ് വിച്ച് ഹാവ് ആസ് മെനി ലെറ്റേഴ്സ് ബിറ്റ്വീൻ ദം ഇൻ ദി വേർഡ്. അതായത് ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ നമ്മൾ ഫോർവേഡ് പറയാൻ മുന്നോട്ട് നോക്കുക. ഓക്കെ, ഫോർവേഡ് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടല്ലേ ഫോർവേഡ്. ഓക്കെ, റിവേഴ്സും ചോദിക്കാൻ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഫോർവേഡ് ചോദിക്കുമ്പോൾ ഇവർ ചോദിക്കുന്ന ഇത്രയുമേ ഉള്ളൂ. സോ ഇവിടെ N ഉണ്ടല്ലോ, N ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാം. അപ്പം നമ്മളിപ്പം N കഴിഞ്ഞിട്ട് അടുത്ത ആൽഫബറ്റ് ഏതാ? OPQRSTUVWXYZ അങ്ങനെ പോവല്ലേ. സോ Nന് ശേഷം വരുന്ന ഏതെങ്കിലും ആൽഫബറ്റ് ഇവിടെ ഉണ്ടോ നോക്കുക. U ഉണ്ട്, S ഉണ്ട്, അതെല്ലാം ഉള്ളു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ പറയട്ടെ. അപ്പോൾ നമ്മൾ ABCD എന്ന് എഴുതുക. ഇനി AZXD എന്ന് എഴുതുക. നമ്മൾ എയിൽ നിന്ന് ഡിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എയിൽ നിന്ന് ഡിയിലേക്ക് എത്തണം. അങ്ങനെ BCD. അപ്പോൾ എയ്ക്കും ഡിക്കും ഇടയിൽ 2 ആൽഫബറ്റ് അല്ലേ?
അല്ലെങ്കിൽ എയുടെ കൂടെ 3 കൂട്ടുമ്പോഴല്ലേ ഡി കിട്ടുന്നത്? ആണോ? എയുടെ കൂടെ 3 കൂട്ടുമ്പോൾ ഡി കിട്ടും. അല്ലെങ്കിൽ എയ്ക്കും ഡിക്കും ഇടയിൽ 2 ആൽഫബറ്റാണ്. സോ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് പോകുമ്പോൾ നമുക്കറിയാം എയ്ക്കും ഡിക്കും ഇടയിൽ 2 ആൽഫബറ്റ് ആണല്ലോ. സോ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഓരോ കോഡ് തന്നേക്കോ, എൽ, എം, എക്സ്, എ ഇങ്ങനെ തന്നേക്കോ. സോ നിങ്ങൾ നോക്കേണ്ടത് എ കഴിഞ്ഞിട്ട് ബി, സി, ഡി നോക്കി. നമ്മുടെ ഒറിജിനൽ ടൈം നമ്മൾ എണ്ണുമ്പം എ കഴിഞ്ഞിട്ട് ബി, സി, ഡി അല്ലേ? ഇപ്പം ഞാൻ ഇങ്ങനെ എണ്ണി പോവാം, എ, ബി, സി, ഡി എത്തി. അപ്പോൾ എയ്ക്കും ഡിക്കും ഇവിടെ 2 ആൽഫബറ്റ്സ് ആണോ തന്നിരിക്കുന്നത്? നമ്മുടെ ഒറിജിനൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലും എയ്ക്കും ഡിക്കും ഇടയിൽ 2 ആൽഫബറ്റ്സ് ആണോ? സോ ഇങ്ങനത്തെ എത്ര പെയർ ഉണ്ടെന്നാണ് അവിടെ ചോദ്യം. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കി, എൻ ഉണ്ട്. എൻ കഴിഞ്ഞാൽ അടുത്ത് ഞാൻ കൗണ്ട് ചെയ്ത് എങ്ങനെയാണ്? എൻ, ഒ, പി, ക്യു, ആർ, എസ്, ടി, യു. സോ എന്നും അങ്ങനെ പാറ്റേൺ വരുന്ന ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അത് നമ്മൾ യു എടുക്കുക. യു എടുത്തു കഴിഞ്ഞുള്ള ഇതെന്താ? യു കണ്ട് യു, വി, ഡബ്ല്യു, എക്സ്, വൈ, ഇസഡ്, എ എന്നാണ്. സോ അങ്ങനെ വരുന്ന ഒന്നുമില്ല. അടുത്ത ഐ എടുക്കുക. ഐ കഴിഞ്ഞിട്ടോ ജെ, കെ, എൽ, എം, എൻ, കാര്യമില്ല. എസ് എടുക്കുക, ടി, യു, വി, ഡബ്ല്യു, കാര്യമില്ല. എ എടുക്കുക. എ കഴിഞ്ഞിട്ട് ബി, സി, കണ്ടോ? ബി, സി. അപ്പം എ, സി എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ ഒരു ആൽഫബറ്റ് ഉണ്ടല്ലോ. നമ്മൾ ആക്ച്വലി എഴുതുമ്പോൾ എ, ബി, സി എന്നല്ല എഴുതുക. സോ ഇതിനിടയിൽ ഒരു ആൽഫബറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ അതേപോലെ അല്ലേ? ഈ എ തൊട്ട് സി വരെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആൽഫബറ്റ് ഇതിന് ഇടയിലുണ്ട്, ആണോ? സോ ഇങ്ങനത്തെ എത്ര പേഴ്സ് ഉണ്ടെന്നാണ് ചോദ്യം. ഇങ്ങനത്തെ എത്ര പേഴ്സ് ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഒറ്റ ഉദാഹരണമല്ലേ ഉള്ളൂ, ആണോ? എ തൊട്ട് സി വരെ പോകുമ്പോൾ അതിനിടയിൽ ഒരു ആൽഫബറ്റ് ഉണ്ട്. അപ്പോൾ എ, ബി, സി എന്നുള്ള പാറ്റേൺ അവിടെ വന്നു. ഇനി അടുത്ത് എ, ബി, സി, ഇവിടെ ഡി ഇല്ല, അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. ഇനി എൻ എടുക്കുക. ഇനി അങ്ങോട്ട് കൗണ്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഏകദേശം ഐഡിയ കിട്ടിയോ? നമ്മൾ ഓക്കെ, എനിക്കൊന്ന് വെയിറ്റ്, ഇതിനകത്ത് തന്നെ വേറെ ക്വസ്റ്റ്യൻ കാണും. ഇല്ലതോ നോക്കാം. അതായത് നമ്മൾ കൗണ്ട് ചെയ്ത് പോകത്തില്ലേ? കൗണ്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചോ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. എടാ ഈ കൺസെപ്റ്റ് പിടി കിട്ടിയോ? ഇപ്പം ഞാനിപ്പോൾ കൗണ്ട് ചെയ്ത് പോവാണ്. എ, ബി 1 പെയറാണ്. കാരണം എയ്ക്കും ബിക്കും ഇടയിൽ വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പം ഇപ്പം ഞാൻ അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീട് പോയിക്കും ഇങ്ങനെ എം, എൻ, എക്സ്, എ, ബി, വൈ, കെ ഇങ്ങനെ പോയിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ എം ഉണ്ട്. എം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കൗണ്ട് എം, എൻ. അപ്പോൾ അതൊരു പെയറാണ്. കാരണം ഒറിജിനൽ നമ്മൾ എ ടു ഇസഡ് വരെ പോകുമ്പോൾ എമ്മും എന്നും അതിനിടയ്ക്ക് വേറെ ഏതൊരു ആൽഫബറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊരു പെയറാണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കും എം, എൻ അതൊരു പെയറായേ. അടുത്ത് എൻ, ഒ, പി, ക്യു, ആർ, എസ് ഇല്ല. അടുത്ത് എൻ വെച്ച് നോക്കും. എൻ കേട്ടോ, ഒ, പി, ക്യു, ആർ, എസ് ഇല്ല. അടുത്ത് നമ്മൾ എക്സ് നോക്കും. നിങ്ങൾ മൊത്തം കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല, ചെറിയ ലോജിക്ക് മതി. കാരണം ഇവിടെ എക്സ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ആൽഫബറ്റ് ഇവിടെ വരുന്നുണ്ടോ? വൈ ഉണ്ട്. പക്ഷേ ഈ എക്സും വൈയും എടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എക്സും വൈയും അതിനിടയിൽ വേറെ ഒരു ആൽഫബറ്റ് ഒറിജിനൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ ഇല്ല. പക്ഷേ ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ എക്സും വൈയും എടുക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് എയും ബിയും എടുക്കാൻ പറ്റുമോ? പറ്റും. കാരണം എന്താ? അതിനിടയിൽ ഒരു ആൽഫബറ്റും ഇല്ല. അപ്പോൾ എ, ബി എന്നുള്ളത് ഒരു പെയറാണ്. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണെന്ന് വെച്ചോ, കെയ്ക്ക് വരെ ഇവിടെ ഡി ആണെന്ന് വെച്ചോ. അപ്പോൾ നമുക്കിനി അടുത്ത ഏത് പെയർ എടുക്കാം? ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചോ. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കും? അതായത് എം, എൻ, എക്സ്, എ, ബി, വൈ, ഡി ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് എത്ര പെയർ കാണും? മൂന്നെണ്ണം. കാരണം എന്താ? നമ്മൾ നോക്കുമ്പം എം വലിയ ഒരു പെയറല്ലേ. സോ പിന്നെ എം വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഏതെങ്കിലും പെയർ വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. എൻ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഏതെങ്കിലും പെയർ വരുമോ? ഇല്ല. എക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് വരുമോ? ഇല്ല. എയും ബിയും ഇതാണ്ട് ഒരു പെയറല്ലേ. അടുത്ത് നമ്മൾ നോക്കുക, എ വെച്ചിട്ട് പിന്നെ എയും ബിയും ഉണ്ട്, പിന്നെ സി, ഡി. നോക്കുക, എ വെച്ചിട്ട് എയും ബിയും ഒരു പെയറാണ്. പിന്നെ ഏതുണ്ട്? എ കഴിഞ്ഞിട്ട് ബി, സി, ഡി. അപ്പോൾ ഇതൊരു പെയറല്ലേ എ, ഡി എന്നുള്ളത്. കാരണം എ, ഡിക്കകത്ത് 2 ആൽഫബറ്റ് വരുന്നല്ലേ.
ഇവിടെ 2 ആൽഫബറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അടുത്തത് ഇതൊരു പെയറാണ്. ഇനി ഒരെണ്ണവും കൂടി ഇല്ലയോ, നമ്മൾ ബി വെച്ച് നോക്കുമ്പോൾ ബി കഴിഞ്ഞിട്ട് സി ഡി എന്നല്ലേ, ബി കഴിഞ്ഞിട്ട് സി ഡി, അപ്പോൾ ഇതൊരു പെയറല്ലേ? മനസ്സിലായോ? അപ്പം മൊത്തം എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഇല്ലേ? ഇവിടെ 3 എണ്ണമാണ്, 4 എണ്ണം ഇല്ലേ? എടാ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാവാത്ത ആയാലുണ്ടോ? മനസ്സിലാകാത്ത സ്പീഡിൽ പോകുന്നത് എന്താ വെച്ചാൽ പെട്ടെന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണം. സോ ഈ പറഞ്ഞത് പിടികിട്ടാത്ത ആയതുകൊണ്ട് ഈ പറയും, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇതിനകത്ത് എത്ര ഉണ്ട്? 4 ഉണ്ട്. കാരണം എം എൻ ഒരു പെയറാണ്. പിന്നെ അങ്ങനെ പോകുമ്പോൾ എയും ബി ഒരു പെയറാണ്. പിന്നെ എ ബി സി ഡി എന്നല്ലേ, അപ്പോൾ എ ഡിക്ക് ഇടയ്ക്ക് 2 ആൽഫബറ്റ് ആണ്. ഓക്കെ, അതൊരു പെയറാണ്. എക്സ്പ്ലെയിൻ ചെയ്യണം. നോക്ക്. ഇപ്പം ഇവിടെ പറഞ്ഞത്രേ ഉള്ളൂ. ഞങ്ങൾ ഇങ്ങനെ ഒരു പാറ്റേൺ തന്നു. സോ ഇതിനകത്ത് നമ്മൾ ഫോർവേഡിൽ കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിനകത്ത് ഇപ്പം എയ്ക്കും ഡിക്കും ഇടയിൽ ബി സി 2 ആൽഫബറ്റല്ലുള്ളത്. ഒറിജിനൽ നമ്മുടെ ആൽഫബറ്റ്സിനകത്ത് എയ്ക്കും ഡിക്കും ഇടയിൽ 2 ആൽഫബറ്റ്സ് ആണ് ഉള്ളത്, ആണല്ലോ. സോ നമ്മൾ ഇവിടെ ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോകുമ്പോൾ ഇപ്പം എസിനും ഇപ്പോൾ ഒയിനും ടിക്കും ഇടയിൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? ഒയിനും ടിക്കും ഇടയിൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? ഒറിജിനൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ ഒയിനും ടിക്കും ഇടയിൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? 4 എണ്ണം അല്ലേ? ഓ കഴിഞ്ഞിട്ട് പി ക്യു ആർ എസ് അല്ലേ, അതിന് ശേഷമാണ് ടി വരുന്നത്. അപ്പോൾ ഒയ്ക്കും ടിക്കും ഇടയിൽ 4 എണ്ണം ഉണ്ട്. അപ്പം നിങ്ങൾ നോക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പം ഇതിനകത്ത് എവിടെയെങ്കിലും ഓ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ കൗണ്ട് ചെയ്യാം. ഇപ്പം ഓ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ കൗണ്ട് ചെയ്യുമ്പോൾ ഓ കഴിഞ്ഞിട്ട് പി ഉണ്ട്, ക്യു ആർ എസ് ടി. ഇപ്പം ഇവിടെ ഇപ്പോൾ ടി ഉണ്ടെന്ന് വെക്കുക. ഇവിടെ ഇപ്പോൾ എല്ലിന് പകരം ടി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഓയിൽ നിന്ന് കൗണ്ട് ചെയ്ത് പോവാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ 6 ആയിക്കോട്ടെ, പി അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് പോവാം. ഓ കഴിഞ്ഞിട്ടുള്ള ആൽഫബറ്റ് പി ക്യു ആർ എസ് ടി എന്നല്ലേ വന്നത്? ഓ കഴിഞ്ഞിട്ട് പി ക്യു ആർ എസ് ടി എന്നല്ലേ വന്നത്? അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിനകത്ത് ഒ പി ക്യു ആർ എസ് ടി എന്നല്ലേ വരിക. അപ്പോൾ ഒയിനും ടീനും ഇടയിൽ ഇവിടെ 4 ആൽഫബറ്റ്സ് ആണോ ഉള്ളത്? ആണോ? അപ്പോൾ ഇത്ര തന്നെ ആൽഫബറ്റ്സ് ഇവിടെയും ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഒയിനും ടീനും ഇടയിൽ 4 ആൽഫബറ്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഉണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഒരെണ്ണമായിട്ട് കൗണ്ട് ചെയ്യാം. നോക്ക്, വിച്ച് ഹാവ് ആസ് മെനി ലെറ്റേഴ്സ് ബിറ്റ്വീൻ ദം ഇൻ ദി വേർഡ്. മനസ്സിലായോ? ഇപ്പം ഞാനിപ്പോൾ ഇപ്പോൾ എമ്മിൽ നിന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോകുന്നു, കെയിൽ നിന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ അങ്ങനെ ഇതപ്പോൾ ഞാൻ ഒയിൽ നിന്ന് കൗണ്ട് ചെയ്ത് പോവാം. അപ്പോൾ ഒയിൽ നിന്ന് എങ്ങനെ കൗണ്ട് ചെയ്ത് പോകുന്നത്? ഓ കഴിഞ്ഞിട്ട് നമ്മൾ കൗണ്ട് ചെയ്ത് എങ്ങനെയാണ്? ഒ പി ഇവിടെ ആർ എസ് എക്ക്, അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഡയറക്റ്റ് അങ്ങ് നോക്കുക. ഓ കഴിഞ്ഞിട്ട് പി ക്യു ആർ എസ്. നമ്മുടെ എസ് തന്നെ ഉണ്ട് ഇവിടെ വന്ന്. മനസ്സിലായോ? അപ്പോൾ ഈ ഒയിനും എസിനും ഇടയിൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. പി ക്യു അപ്പോൾ ഇവിടെ അടുത്തത് എടുക്കാമല്ലോ. നമുക്ക് എടുക്കാമല്ലോ. എന്തുകൊണ്ടാണ്? നോക്കി, ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇതിനകത്ത് ഓ തൊട്ട് ഞാൻ ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോവാം. അപ്പം ഞാൻ ഒ പി കെ ക്യു എസ്.
നിങ്ങൾക്ക് ഇങ്ങനെ ആൽഫബറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോർവേഡിൽ കൗണ്ട് ചെയ്യുമ്പോൾ 2 ആൽഫബറ്റ്സിന് ഇടയിൽ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ എമ്മും കെയും എടുക്കുക. അപ്പോൾ ഇതിനിടയിലുള്ള ഇവിടെ തന്നിരിക്കുന്ന എത്ര ആൽഫബറ്റ്സ് ഉണ്ടോ അത്ര തന്നെയാണോ എമ്മിനും കെയിനും ഇടയിൽ ഒറിജിനലി ഉള്ളതും എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നോക്കി, ഇവിടെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എം ഉണ്ട് NOPQRSTUV. അപ്പോൾ എമ്മിൻ്റെ കൗണ്ടിനകത്തില്ല. അടുത്ത് നമ്മൾ പി എടുക്കുക. പി ഉണ്ട് QRS. നമ്മൾ നോക്കി ഇതിനിടയിലുള്ള നിങ്ങളൊന്നും നോക്കണ്ട. നിങ്ങൾ നോക്കേണ്ടത് പി ഉണ്ട്. നമ്മൾ അങ്ങോട്ട് കൗണ്ട് ചെയ്യുക. പി ഉണ്ട് QRS എന്നല്ല വരിക. അപ്പോൾ നോക്കി ഫോർവേഡ് പോകുമ്പം പിനും എസിനും ഇടയിൽ 2 ആൽഫബറ്റ് അല്ലേ ഉള്ളത്, ആണോ? നമ്മൾ സാധാരണ എഴുതുമ്പോൾ പി ഉണ്ട് QRS എന്നാണ് വരിക. അപ്പോൾ പിന് ശേഷം Q ഉണ്ട് R ഉണ്ട്. അപ്പോൾ 2 ആൽഫബറ്റാണ് പിനും എസിനും ഇടയിലുള്ളത്. ഇവിടെ നോക്കി പിനും എസിനും ഇടയിൽ 2 ആൽഫബറ്റ് അല്ലേ ഉള്ളത്. അപ്പോൾ ഇതൊരു പെയറായിട്ട് എടുക്കാമല്ലോ. ഇതൊരു പെയറാണ്. അടുത്ത നോക്കുക PQRS T. അപ്പോൾ പിയും ടിയും എടുക്കാമല്ലോ. കാരണം എന്താ, പിനും ടീനും ഇടയിൽ 3 ആൽഫബറ്റല്ലേ ഉള്ളത്, ആണോ? പിനും ടീനും ഇടയിൽ 3 ആൽഫബറ്റാണ്. കാരണം എന്താ, പി ഉണ്ട് QRST എന്നല്ല വരിക. അപ്പോൾ പിനും ടീനും ഇടയിൽ 3 ആൽഫബറ്റാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ പിനും ടീനും ഇടയിൽ 3 ആൽഫബറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അടുത്ത ഒരു പെയറും കൂടി എടുക്കാം. ഇനി നമ്മൾ പിയുടെ വീണ്ടും നോക്കുക. QRSTUVWX ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അടുത്തത് എടുക്കുക. അടുത്ത എങ്ങനെ എടുക്കാം? കെ എടുക്കാം. കെ ഉണ്ട് LMNOPQR പറ്റില്ല. ക്യൂ ഉണ്ട് RSTU. നോക്കി, അപ്പോൾ ക്യൂവും യുവും എടുക്കാമല്ലോ. ക്യൂ ഉണ്ട് RSTU. നോക്കി, ക്യൂവിനും യുവിനും ഇടയിൽ ഒറിജിനലി 3 ആൽഫബറ്റ്സ് അല്ലേ. അപ്പോൾ ഇവിടെയും ക്യൂവിനും യുവിനും ഇടയിൽ 3 ആൽഫബറ്റ്സ് അല്ലേ. അപ്പോൾ അതൊരു പെയർ എടുക്കാവോ? ഓക്കെ. അപ്പോൾ ക്യൂ RSTUVW പറ്റില്ല. ഇനി ST, ഇതൊരു പെയർ അല്ലേ. ST ഒറിജിനലി എസ് കണ്ട് ടി തന്നെ അല്ലേ വരിക. അപ്പോൾ അതിനിടയിൽ വേറെ ആൽഫബറ്റ്സ് ഇല്ലല്ലോ. അപ്പോൾ ഇവിടെയും എസിനും ടീനും ഇടയിൽ വേറെ ആൽഫബറ്റ്സ് ഇല്ലല്ലോ. അപ്പോൾ അത് ഒരെണ്ണം എടുക്കാവേ. ഇനി STUVWX പറ്റില്ല. TUVWX പറ്റില്ല. KLM ഇതെടുക്കാമല്ലോ. KLM, കാരണം കെന് ശേഷം എൽ ഉണ്ട് എമ്മിനും ഇടയിൽ. കെനും എമ്മിനും ഇടയിൽ എൽ ഉണ്ട്. അപ്പോൾ ഒരേ ആൽഫബറ്റ് അല്ലേ അവിടെ ഉള്ളത്. സോ ഇവിടെയും ഒരേ ആൽഫബറ്റ് അല്ലേ. അപ്പോൾ ഇതൊരെണ്ണം എടുക്കാമല്ലോ. അടുത്ത് KLMN ഇല്ലല്ലോ. ഇപ്പോൾ യു കഴിഞ്ഞിട്ടുള്ള ആൽഫബറ്റ് അല്ല ഇത്. അപ്പോൾ വിടാം. എം കഴിഞ്ഞിട്ടുള്ളതല്ല വിടാം. അപ്പോൾ ഇങ്ങനെ ഒരു പെയർ തന്നിട്ടുണ്ടെങ്കിൽ ഈ ആൽഫബറ്റ്സിൻ്റെ ഇടയിൽ, ഒറിജിനൽ ആൽഫബറ്റ്സിൻ്റെ ഇടയിലുള്ള അത്ര തന്നെ ആൽഫബറ്റ്സ് ഉള്ളത് എത്ര എണ്ണമുണ്ട്? 1 2 3 4 5. മനസ്സിലായോ? അഭിനവ്, ഇത് പിടികിട്ടിയോ? ഇനിയും ഇവിടെ ഇങ്ങോട്ട് ഫോർവേഡും ഉണ്ട്, ബാക്ക്വേഡും പറയും. ബാക്ക്വേഡ് എങ്ങനെയാണെന്നറിയോ? ഫോർവേഡ് നമ്മൾ അങ്ങോട്ടല്ലേ കൗണ്ട് ചെയ്ത് പോയത്. ബാക്ക്വേഡ് തിരിച്ച് ഇങ്ങോട്ട് കൗണ്ട് ചെയ്യണം. അതായത് ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഉണ്ട്, നമുക്കറിയാം. ഉണ്ട് PQRSTUVWX അങ്ങോട്ടും കൗണ്ട് ചെയ്യാം. അപ്പോൾ വെച്ചിട്ട് ഒന്നുമില്ല. അപ്പോൾ NOPQRSTU ഇല്ല. യു വെച്ചിട്ട് VWXYZ ഇല്ല. കെ വെട്ട് LMNOPQ ഇല്ല. ടി വെച്ചിട്ട് UVWXY ഇല്ല. എസ് ഉണ്ട് TUVW ഇല്ല. ക്യൂ ഉണ്ട് RST KLM. ബാക്ക്വേഡിൽ പോവുകയാണെങ്കിൽ ഏതുണ്ട്? ബാക്ക്വേഡിൽ പോവുകയാണെങ്കിൽ KLM ഉണ്ടല്ലോ. KLM ഉണ്ടല്ലോ. അപ്പോൾ ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് ചിലപ്പോൾ ചോദിക്കുക ഇങ്ങനെ ആയിരിക്കും, ഫോർവേഡിൽ മാത്രമായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ബാക്ക്വേഡ് മാത്രമായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഫോർവേഡിലും ബാക്ക്വേഡിലും കൂടിയുള്ള എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഫോർവേഡ് മാത്രമാണെങ്കിൽ നമ്മൾ എന്തെഴുതും? 5 എന്ന് എഴുതും. ബാക്ക്വേഡ് മാത്രമാണെങ്കിൽ നമ്മൾ എന്തെഴുതും? 1 എന്ന് എഴുതും. അതല്ല, ഫോർവേഡും ബാക്ക്വേഡും കൂടി എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ 6 എന്ന് എഴുതണം. പാറ്റേൺ മനസ്സിലായോ? പിടികിട്ടിയോ? ഈ പറഞ്ഞതിന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഞാൻ
ഇതിന് ആൻസർ കണ്ടുപിടിക്കാം. ബാക്ക്വേഡ് രണ്ടെണ്ണം ഉണ്ടോ? രണ്ടെണ്ണം ഏതാ? ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് ഇല്ല. എം എൻ ഒ പി ക്യു ആർ എസ് ടി യു ഇല്ല. യു വി ഡബ്ല്യു എക്സ് വൈ ഇസഡ് ഹെവി ഇല്ല. കെ എൽ എം എൻ ഒ പി ഉണ്ട് 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 സോറി അവിടെ രണ്ടെണ്ണം ഉണ്ട്. കാരണം കെയും പിയും ഉണ്ട്. കെ എൽ എം എൻ ഒ പി ഉണ്ട്. അപ്പോൾ കെയും പിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം ഉണ്ട്. കെ പി ശരിയാണ്. രണ്ടെണ്ണം ഉണ്ട്. ബാക്ക്വേഡ് രണ്ടെണ്ണം ഉണ്ട്. ശരിയാണ്, ബാക്ക്വേഡ് രണ്ടെണ്ണം ഉണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, പിന്നെ ഇതും ഞാൻ പറയട്ടെ, നിങ്ങൾ മൊത്തവും എണ്ണേണ്ട കാര്യമില്ല. നിങ്ങൾ ചെറിയ ലോജിക്ക് ആലോചിച്ചാൽ മതി. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ കെ എടുത്തു, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ഇപ്പം നോക്കി, നിങ്ങളിപ്പോൾ ഇവിടെ യു എടുത്തെന്ന് വെച്ചോ. പിന്നെ യു അങ്ങോട്ട് കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ അങ്ങോട്ട് കാണുന്ന ആൽഫബറ്റ്സ് യുവിന് ശേഷമുള്ളതല്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ ടി എടുക്കുമ്പം പിന്നെ ഇവിടെ അങ്ങോട്ട് നോക്കുമ്പം ടി യു, പിന്നെ എന്തായാലും വരാൻ പോകുന്ന അതിന് ശേഷമുള്ള ആൽഫബറ്റ്സ് അല്ല. സോ അത് വിടാം. ഓക്കെ, അപ്പോൾ ഇവിടെ കെയും പിയും കൂടി ഉണ്ട് റിവേഴ്സ് വരുമ്പോൾ. അപ്പം റിവേഴ്സ് വരുമ്പോൾ 2 എണ്ണം ഉണ്ട്, ഫോർവേഡ് ആണെങ്കിൽ 5 എണ്ണം ഉണ്ട്, മൊത്തമാണെങ്കിൽ 7 എണ്ണം ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ പറഞ്ഞേ. ന്യൂസൻസ്, ഇതിൻ്റെ ആൻസർ പറ. സി അല്ലേ? ഓർമ്മയല്ലേ ഉള്ളു. കാരണം എന്താ, ഞാനിപ്പോൾ എന്നെ വെച്ച് നോക്കേ. ഒ പി ക്യു ആർ എസ് ടി യു ഇല്ല. യു ഉണ്ട്. വി ഡബ്ല്യു എക്സ് വൈ ഇസഡ് എ ഇല്ല. ഐ ഉണ്ട്. ജെ കെ എൽ എം എൻ ഇല്ല. എസ് ഉണ്ട്. ടി യു വി ഡബ്ല്യു ഇല്ല. പിന്നെ എ ബി സി ഇതെല്ലാം ഉള്ളു. ആണോ? എ ബി സി അല്ലേ ഉള്ളു. സോ ഓപ്ഷൻ ഏതാ? 1. ഓപ്ഷൻ ഏതാ? 1 സി. ഇതെന്താ നമ്മുടെ ബ്ലഡ് റിലേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണേ. സ്പീഡാക്ക്. കാരണം 1 മണിക്കൂർ കൊണ്ട് നമ്മൾ 10 ക്വസ്റ്റ്യൻ ചെയ്ത് ആകെ. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ 6 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബ്ലഡ് റിലേഷൻ അല്ലേ? ഗ്രാൻഡ് ഫാദർ. അതെ, പറഞ്ഞു നോക്കി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് സെൻറ്റൻസ് പറയുന്നതിന് പകരം ഇക്വേഷനായിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇക്വേഷനായിട്ട് എങ്ങനെ തന്നിരിക്കുന്നത്? എ അറ്റ് ബി എന്നുണ്ട്. മീൻസ് എ ഈസ് ദി മദർ ഓഫ് ബി എന്നുണ്ട്. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എ ഈസ് ദി ഫാദർ ഓഫ് ബി എന്നുണ്ട്. എ ഡോളർ ബി എന്ന് പറഞ്ഞാൽ എ ഈസ് ദി സൺ ഓഫ് ബി എന്നുണ്ട്. എ ഹാഷ് ബി എന്ന് പറഞ്ഞാൽ എ ഈസ് ദി ഡോട്ടർ ഓഫ് ബി എന്ന് ഇവരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഇത് ഇക്വേഷനായിട്ടാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾ ഈ ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല? ചെയ്തിട്ടുണ്ട്. പിന്നെ എളുപ്പമാണ്. നിങ്ങളെങ്ങനെയാണ് ഇവിടെ തന്നെ അങ്ങോട്ട് റിവേഴ്സ് വെട്ടി ചെയ്തതോ ആ ഡയഗ്രാം വരച്ചതോ? ഇവിടെ തന്നെ റിവേഴ്സ് വെട്ടി ചെയ്തതോ ആ ഡയഗ്രാം വരച്ചതോ?
ഓക്കെ, ഡയഗ്രാം വരയ്ക്കാം എന്തായാലും. ഓക്കെ, ഇവിടെ പി അറ്റ് ക്യൂ എന്നുണ്ട്, $$S**T എന്നുണ്ട്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന കണക്ഷൻ ആരൊക്കെ തമ്മിലാണ്? ക്യൂവും എസും തമ്മിലുള്ള കണക്ഷനാണ്. ആണോ? അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ റിവേഴ്സിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഇപ്പം S**T എന്ന് പറഞ്ഞാൽ എന്താ? S**T എന്ന് പറഞ്ഞാൽ എന്താ? S**T എന്ന് പറഞ്ഞാൽ S ഈസ് ദി ഫാദർ ഓഫ് T എന്നാണ്. എസ് എന്താണ്? ഫാദറാണ്. ആരുടെ ഫാദറാണ്? ടീൻ്റെ ഫാദറാണ്. $R$ എന്ന് പറഞ്ഞാലോ? $R$ എന്ന് പറഞ്ഞാൽ R ഈസ് ദി സൺ ഓഫ് എസ് എന്നാണ്. R എന്താ? എസിൻ്റെ സണ്ണാണ്. എസിൻ്റെ സണ്ണാണ് R. അപ്പോൾ എന്ന് പറഞ്ഞാൽ എസിൻ്റെ സണ്ണല്ലേ R? അപ്പോൾ Tയുടെ സഹോദരനല്ലേ R? ഉറപ്പല്ലേ? അടുത്തണ്ട Q#R എന്നാണ്. സോ Q#R എന്ന് പറഞ്ഞാൽ Q ഈസ് ദി ഡോട്ടർ ഓഫ് R. Q എന്താണ്? ആറിൻ്റെ ഡോട്ടറാണ്. നമുക്ക് ഇത്രയും മതിയല്ലോ, ബാക്കി അങ്ങോട്ടുള്ള നമ്മൾ ചെയ്യണോ? വേണ്ട. എന്തിനാ? ഇനി ഈ ക്യൂവും എസും തമ്മിലുള്ള കണക്ഷനാണ് വേണ്ടത്. ക്വസ്റ്റ്യനിൽ അതല്ലേ ചോദിച്ചത്. സോ ഹൗ ഈസ് എസ് റിലേറ്റഡ് ടു ക്യൂ? സോ ക്യൂവിൻ്റെ ആരാണ് എസ് എന്നാണ് ചോദ്യം. സോ ക്യൂവിൻ്റെ അച്ഛനല്ലേ? അച്ഛൻ്റെ അച്ഛനാരാ? ഗ്രാൻഡ് ഫാദർ. സോ ഓപ്ഷൻ ഏതാ? ഗ്രാൻഡ് ഫാദർ. ഓക്കെ, അച്ഛൻ്റെ അച്ഛനാണ്. എടാ, നിങ്ങൾക്ക് പടം വരയ്ക്കുമ്പം ഈ പി അറ്റ് ക്യൂ അങ്ങനെ വേണമെങ്കിൽ അങ്ങോട്ട് വരച്ചു പോകാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരച്ചു പോകാം. അത് നമ്മുടെ യുക്തിയാണ്. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ നോക്കണം, എസും ക്യൂവും തമ്മിലുള്ള കണക്ഷനാണ് വേണ്ടത്. ആണോ? അപ്പോൾ എനിക്ക് ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ നോക്കി, ആൻസർ എന്താ? ഗ്രാൻഡ് ഫാദർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇതെന്താ? സിലോജിസം അല്ലേ? ഇതെന്താണ്? സിലോജിസമാണ്. സോ സിലോജിസത്തിൽ എന്താ പറയുന്നത്? ഇൻ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ബിലോ ആർ ഗിവൺ സം സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോളോഡ് ബൈ സം കൺക്ലൂഷൻസ് ബേസ്ഡ് ഓൺ ദോസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒന്നുമില്ല. എന്താ കൺക്ലൂഷൻസ് ഇവർ പറയുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വേണ്ടേ തന്നിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, 3 സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. സോ കൺക്ലൂഷൻസ് 1, 2, 1, 2, 3. സോ ചെയ്തിട്ട് വാ. നമുക്ക് വെൻ ഡയഗ്രം വരയ്ക്കാമല്ലോ. സോ വെൻ ഡയഗ്രം ആണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ സം MRG എന്ന് പറഞ്ഞിട്ട്. സോ സം M, ഇതാണ് M. സോ കുറച്ച് MG ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, സം MRG. നെക്സ്റ്റ് അവർ പറയുന്നത് ഓൾ HRB എന്ന് പറയുന്നത് എല്ലാ Hഉം B ആണ്. പക്ഷേ ഇവിടെ Hഉം Bയും ഒന്നുമില്ലല്ലോ. സോ വെയിറ്റ് ചെയ്യാം. സോ നമ്മൾ അടുത്ത നോക്കി, സം GRH എന്ന് പറയുന്നുണ്ട്. സം G എന്താണ്? H ആണ്. ഇതിനകത്ത് സം G എന്താ? H ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ഇനിയും ഓൾ HRB അത് എഴുതാമല്ലോ. എല്ലാ Hഉം എന്താണ്? B ആണ്. സോ ഇവിടെയുള്ള എല്ലാ Hഉം B ആണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ നമ്മുടെ ഡയഗ്രാം ഇങ്ങനല്ലേ ഇരിക്കുക. നമ്മൾ കൺക്ലൂഷനിൽ പോവാം. സം BRG എന്ന് പറഞ്ഞിട്ട്. സോ സം BRG ഉറപ്പല്ലേ? സോ ബിയും ജിയും തമ്മിൽ കണക്ഷൻ ഉണ്ടല്ലോ. കാരണം എന്താ? സം GRH എന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാ Hഉം G ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ബിയുടെ കുറച്ച് ഭാഗം ആയിട്ട് G അല്ലേ? ബിയുടെ കുറച്ച് ഭാഗം G അല്ലേ? അപ്പോൾ സം BRG എന്നുള്ളത് ഓക്കെ ട്രൂ ആണ്. നോ M ഈസ് H, ഒരു M H അല്ല എന്നാണ് പറയുന്നത്. ഒരു M H അല്ല എന്നാണ് പറയുന്നത്. നോക്കി, നമ്മൾ വെൻ ഡയഗ്രം അല്ല, നമ്മൾ ഈ സിലോജിസം പഠിക്കുമ്പം നമുക്ക് സം അല്ലെങ്കിൽ ഓൾ വെച്ചുള്ള കൺക്ലൂഷനാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കായിട്ട് ഒറ്റ ഒരു ഡയഗ്രാം വരച്ചാൽ മതി. ഓക്കെ, ബേസിക്കായിട്ട് ഒറ്റ ഡയഗ്രാം വരച്ചാൽ മതി. കൺക്ലൂഷനിൽ നോ ആണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ഡയഗ്രാം നോക്കണം, അതേപോലെ തന്നെ പോസിബിൾ ഡയഗ്രാം നോക്കണം. ഓക്കെ, ബേസിക് കൺക്ലൂഷൻ നോ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ബേസിക് ഡയഗ്രാം നോക്കണം. ബേസിക് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യനിൽ എന്താണോ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് അത് മാത്രം നമ്മൾ അങ്ങോട്ട് വരച്ചു വെക്കുക. അതിനുശേഷം നമ്മൾ പോസിബിൾ ഡയഗ്രാം നോക്കണം. പോസിബിൾ ഡയഗ്രാം എങ്ങനെയാണ് നോക്കുക? പോസിബിൾ ഡയഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഇത് ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ.
പിന്നെ പോസിബിലിറ്റീസ് എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് ചിന്തിച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ബേസിക് ഡയഗ്രത്തിലും പോസിബിൾ ഡയഗ്രത്തിലും നോ ആണ് എങ്കിൽ മാത്രമേ ഈ കൺക്ലൂഷൻ ഫോളോ ചെയ്യത്തുള്ളൂ. നിങ്ങൾ സിലോജിസം പഠിച്ചതല്ലേ? ആണോ ഇല്ലയോ? പഠിച്ചാണ്. വെൻ ഡയഗ്രം വെച്ചല്ലേ പഠിപ്പിച്ചത്? വെൻ ഡയഗ്രം വെച്ചല്ലേ പഠിപ്പിച്ചത്? ആണല്ലോ. അപ്പം നോഡ് പാഠങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നോഡ് പാഠങ്ങളെ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. നമ്മൾ ബേസിക് ഡയഗ്രം വരയ്ക്കണം, പോസിബിൾ ഡയഗ്രം വരയ്ക്കണം. സോ രണ്ടിലും നോ എന്ന് പറഞ്ഞ കൺക്ലൂഷൻ ഫോളോ ചെയ്താൽ മാത്രമേ ഈ നോ എന്ന് പറയുന്നത് ഫോളോ ചെയ്യത്തുള്ളൂ. അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? ആണല്ലോ? ആണല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇവിടെ നോക്കി, അപ്പോൾ ഇവിടെ ചോദിച്ചാൽ നോ എം ഈസ് എച്ച് എന്നാണ് പറഞ്ഞത്. നോക്കി, അപ്പോൾ അവിടെ ബേസിക് ഡയഗ്രത്തിൽ നോക്കുവാണെങ്കിൽ ബേസിക് ഡയഗ്രത്തിൽ ഒരു എമ്മും എച്ച് അല്ല, ഒരു എമ്മും എച്ച് അല്ല. ഓക്കെ, ഇനി നമ്മൾ പോസിബിൾ ഡയഗ്രാം എടുക്കുമ്പോൾ നോക്കി, ഈ എമ്മും എച്ചും കണക്ഷൻ വരാമല്ലോ. പോസിബിൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ പോസിബിൾ ഡയഗ്രാം എനിക്ക് എങ്ങനെയും വരയ്ക്കാം, പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവർ പറഞ്ഞ ഈ കണ്ടീഷൻസ് എല്ലാം നമ്മൾ സാറ്റിസ്ഫൈ ആയിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അതല്ലാതെ പോസിബിൾ ഡയഗ്രാം നമുക്ക് എങ്ങനെയും വരയ്ക്കാം. സോ ഇത് നമ്മൾ പോസിബിൾ ഡയഗ്രാം നോക്കുമ്പം എമ്മും എച്ചും കണക്ഷൻ വന്നുകൂടെ? കാരണം എന്താ, എനിക്ക് വേണമെങ്കിൽ എമ്മിനെ വേണ്ടി ഇങ്ങനെ എഴുതിക്കൂടെ? എമ്മിനെ കൊണ്ടുപോയിട്ട് എനിക്ക് വേണമെങ്കിൽ വേണ്ടി ഇങ്ങനെ എഴുതിക്കൂടെ? ഇത് ആകെ പറഞ്ഞത്രേ ഉള്ളൂ, സം എം ആർ ജി എന്നേ പറഞ്ഞുള്ളൂ. സോ സം എം ആർ ജി ഓക്കെയാണ്. ഓക്കെ, സം എം ആർ ജി, അത് മാത്രമല്ല ഇവർ പറഞ്ഞുള്ളൂ. സോ ഇവിടെ ഞാൻ ഇങ്ങനെ എമ്മിനെ വരച്ചാലും എന്താ, സം എം ആർ ജി ആണ്. അപ്പോൾ നോക്കുമ്പം എമ്മും എച്ചും തമ്മിൽ കണക്ഷൻ വരാമല്ലോ അല്ലേ? സോ പോസിബിൾ ഡയഗ്രാം നമുക്ക് എങ്ങനെയും വരയ്ക്കാം. അപ്പോൾ ഈ പോസിബിൾ ഡയഗ്രത്തിൽ ഈ കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിനെ നമ്മൾ എടുക്കേണ്ട കാര്യമുണ്ടോ? ഇത് ഫോളോ ചെയ്യുന്നില്ല. മനസ്സിലായി? കണ്ടീഷൻ നോ വന്നാലോ? കണ്ടീഷൻ നോ വന്നാൽ അതിനർത്ഥം എന്താ? ഇപ്പം ഞാൻ പറയട്ടെ, നോ എം ഈസ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഇവിടെ വരയ്ക്കുക, ജി ഇവിടെ വരയ്ക്കുക, അത്രേ ഉള്ളൂ. പറഞ്ഞെന്താ, ഒരു എമ്മും ജി അല്ലെന്നാണ് കണ്ടീഷൻ വരുന്നതെന്ന് വെച്ചു. അപ്പോൾ അതിനർത്ഥം എന്താ, ഇവ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. സോ ഇങ്ങനെ മാറ്റി വരയ്ക്കാന്നേ ഉള്ളൂ. പിടികിട്ടിയോ? നമ്മൾ കൺക്ലൂഷനാണ് ശ്രദ്ധിക്കേണ്ടത്. കൺക്ലൂഷനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം കൺക്ലൂഷനകത്ത് വീണ്ടും ഒരു നോ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, കൺക്ലൂഷനിൽ ഒരു നോ വന്നെന്ന് വെച്ചു, അപ്പം നിങ്ങൾ ഈ എന്തായാലും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഇവർ തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പം കൺക്ലൂഷനിലും നോ വന്നു. ഓക്കെ, അപ്പോഴും നിങ്ങൾ എങ്ങനെയൊക്കെ ഡയഗ്രാം വരച്ചാൽ ഇവർ തമ്മിൽ യാതൊരു കണക്ഷനും ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? പോസിബിൾ ഡയഗ്രാം നമ്മൾ വരയ്ക്കാന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയും വരയ്ക്കാം, പക്ഷേ ഇവർ പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം അത് ഫോളോ ചെയ്തിട്ടുണ്ടാവണം, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം രണ്ടാമത്തെ ഫോളോ ചെയ്യുന്നില്ലല്ലോ. ഇനി നമ്മൾ അടുത്ത് നോക്കി, സം ജി ആർ നോട്ട് ബി എന്നാണ് പറഞ്ഞത്. കുറച്ച് ജി ബി അല്ല എന്നാണ് പറഞ്ഞത്. ആണോ? നോക്ക്, സം ജി ആർ നോട്ട് ബി ശരിയല്ലേ? കാരണം ഇവിടെ ഇവർ പറഞ്ഞാൽ സം ബി ആർ ജി എന്ന് നമുക്ക് എടുക്കാം. എന്നാൽ സം ജി ബി അല്ലാത്തതും ഉണ്ടല്ലോ. പക്ഷെ ഇവിടുത്തെ വേറെ പ്രശ്നം എന്താ? ഇവിടെ നിങ്ങൾ നോക്കുമ്പം നിങ്ങളുടെ കൺക്ലൂഷന് പറഞ്ഞിരിക്കുന്നത് സം ജി ആർ നോട്ട് ബി എന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ബേസിക് ഡയഗ്രാം നോക്കുമ്പം സം ജി ആർ നോട്ട് ബി എന്നുള്ളത് ട്രൂ ആണ്. സം ജി ആർ നോട്ട് ബി എന്നുള്ളത് എന്താണ്? ട്രൂ ആണ്. പക്ഷേ പോസിബിൾ ഡയഗ്രാം നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച്, പോസിബിൾ ഡയഗ്രാം നോക്കുമ്പം സം ജി ആർ നോട്ട് ബി എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പോസിബിൾ ഡയഗ്രാം വരയ്ക്കുമ്പം സം ജി ആർ നോട്ട് ബി എന്ന് പറയാൻ പറ്റുമോ ഇല്ലയോ? ഇത് നമ്മുടെ ബേസിക് ഡയഗ്രാം. ഓക്കെ, ഈ ബ്ലൂ ലൈൻ വേണ്ട, ബ്ലൂ സർക്കിൾ വേണ്ട, ബാക്കിയുള്ളത് നമ്മുടെ ബേസിക് ഡയഗ്രാം. സോ ഇതിന് ഞാൻ പോസിബിൾ ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ, സോ ഇത് പറഞ്ഞത് സം ജി ആർ നോട്ട് ബി എന്നാണ് പറഞ്ഞത്. കുറച്ച് ജി ബി അല്ല എന്നാണ് പറഞ്ഞത്. കുറച്ച് ജി ബി അല്ല എന്നാണ് പറഞ്ഞത്. അത് ശരിയാവുമോ പോസിബിൾ ഡയഗ്രാം നോക്കുമ്പോൾ?
എടാ പോസിബിൾ ഡയഗ്രം നമുക്ക് എങ്ങനെയും വരയ്ക്കാമല്ലോ. എനിക്ക് ബീനെ വേണമെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കരുതോ, അല്ലെങ്കിൽ ബീനെ വേണമെങ്കിൽ എനിക്ക് മൊത്തത്തിൽ ഇങ്ങനെ വരയ്ക്കരുത്, എങ്ങനെയും വരയ്ക്കരുതോ. സോ അങ്ങനെ നോക്കുമ്പം എല്ലാ ബിയും ജി അല്ലേ, അല്ലെ എല്ലാ ജിയും ബി അല്ലേ, അപ്പോൾ ഇത് ഫോളോ ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് ആകെ ഫോളോ ചെയ്യുന്ന ഏത് മാത്രമേ ഉള്ളൂ, ഒന്നാമത്തത് മാത്രമല്ല ഉള്ളൂ, ഐ മീൻ കൺക്ലൂഷൻ 1 മാത്രമല്ല ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇത് വേണമെങ്കിൽ അടുത്ത ക്ലാസ് വരുമ്പോൾ ഇതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് വരാം. ഏതാ സിലോജിസത്തിൻ്റെ ഈ ടൈപ്പ്. നിങ്ങൾ നിങ്ങൾക്ക് സം നോട്ട് അല്ലെങ്കിൽ നോ മാക്സിമം എനിക്ക് ചോദിക്കാൻ പോകുന്നത് നോ വെച്ചുള്ള കൺക്ലൂഷൻ മാത്രമാണ്. മാക്സിമം നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് നോ വെച്ചുള്ള കൺക്ലൂഷൻ ആണ്. അതിനപ്പുറത്ത് നിങ്ങൾക്ക് വരത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ CGL എഴുതാൻ പോവാണ്, അല്ലെങ്കിൽ SA എക്സാം അതൊക്കെ എഴുതാൻ പോവുകയാണെങ്കിൽ, ഐ മീൻ CGLൻ്റെ ആ പാറ്റേണിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ സം നോട്ട് വരാം, പിന്നെ വേറെ കുറേ ടൈംസ് ഉണ്ട്, പോസിബിലിറ്റി വരാം, ക്യാൻ ബി വരാം. ഓക്കെ, അതൊക്കെ പക്ഷേ അത് നിങ്ങൾക്ക് വരില്ല, നിങ്ങളുടെ എക്സാമിനെ സംബന്ധിച്ച് വരില്ല. നിങ്ങൾക്ക് വരുവാണെങ്കിൽ നോ വെച്ചുള്ള കൺക്ലൂഷൻ മാക്സിമം അത്രേ ഉള്ളൂ. സോ നോ വെച്ചുള്ള നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം നോക്കേണ്ടത് കൺക്ലൂഷനകത്ത് ബേസിക് ഡയഗ്രത്തിൽ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുക. അതായത് നിങ്ങൾ നോ കൺക്ലൂഷൻ ഉണ്ടെന്ന് വെച്ചാൽ നോ കൺക്ലൂഷൻ ഉണ്ടെങ്കിൽ കൺക്ലൂഷനകത്ത് നോ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ബേസിക് ഡയഗ്രത്തിൽ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുന്നോ നോക്കുക. ഉണ്ടെങ്കിൽ ഓക്കെ. പോസിബിൾ ഡയഗ്രത്തിൽ ആ പറഞ്ഞ സെൻറ്റൻസ്, അതായത് ആ നോ വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസ് ഫോളോ ചെയ്യുന്നോ നോക്കുക. ഉണ്ട് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ആ നോ കൺക്ലൂഷൻ എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. പോസിബിളിൽ ഫോളോ ചെയ്യുന്നുണ്ട്, ബേസിക്കലി ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ പോസിബിളിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നോ വെച്ച് തുടങ്ങുന്ന കൺക്ലൂഷൻ ഫോളോ ചെയ്യില്ല. ബേസിക്കലി ഫോളോ ചെയ്യുന്നില്ല, പോസിബിളിൽ ഫോളോ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നോ കൺക്ലൂഷൻ ഫോളോ ചെയ്യില്ല. ഇപ്പോൾ രണ്ടിലും ഫോളോ ചെയ്യുന്നില്ലെങ്കിലോ ഫോളോ ചെയ്യില്ല. ഓക്കെ, നിങ്ങൾക്ക് തന്നിരിക്കാൻ നോ വെച്ചുള്ള ഒരു കൺക്ലൂഷൻ കാണുമല്ലോ, നോ വെച്ചുള്ള കൺക്ലൂഷൻ കാണുമല്ലോ. സോ അത് നമ്മൾ ട്രൂ ആണെന്ന് വരണമെന്നുണ്ടെങ്കിൽ ബേസിക്കലും അത് ഓക്കെ ആവണം, പോസിബിൾ ഡയഗ്രത്തിലും അത് ഓക്കെ ആവണം. എന്നാൽ മാത്രമേ നമ്മുടെ നോ കൺക്ലൂഷൻ നമുക്ക് ട്രൂ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടോ? ഏതെങ്കിലും ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യണമെന്നതുണ്ടോ? ഈ ചെയ്തിരിക്കുന്ന എല്ലാം നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഏത് സിലോജിസം. ഓക്കെ, പിന്നെ നോട്ട് ടൈപ്പ് വേണം. ഓക്കെ, പിന്നെ എടാ പ്രീവിയസ് PDF നമുക്ക് നെറ്റിൽ തന്നെ ഉണ്ടല്ലോ, ഗൂഗിളിൽ തന്നെ അടിച്ചാൽ മതിയല്ലോ. നമ്മുടെ മൊബൈൽ നമ്പരും OTP കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇത് കിട്ടും. നമുക്ക് നോട്ട് ടൈപ്പ് വേണം, സിലോജിസം വേണം, പിന്നെ അത് വേണ്ടേ ബ്ലഡ് റിലേഷൻ. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ബൈ ബൈ, ഗുഡ് നൈറ്റ്.